വെൽക്കം ടു സിവിൽ മെൻറ്റേഴ്സ് ടിപ്സ്. മെയ് 24 നടക്കാൻ പോകുന്ന സർവേയർ ഗ്രേഡ് 2 എക്സാംസിൻ്റെ സിലബസ് പ്രകാരമുള്ള വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ്റെ പാർട്ട് 2 ആണ് ഇന്ന് നോക്കുന്നത്. ഇന്ന് മെറ്റീരിയൽ സയൻസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് നോൺ മെറ്റൽ? ഓപ്ഷൻസ് ആർ മെർക്കുറി, ഗ്രാഫൈറ്റ്, ബ്രാസ്, അയൺ. നോൺ മെറ്റൽ ആയിട്ടുള്ളത് ഏതാണെന്നാണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ ബി ഗ്രാഫൈറ്റ് ആണ്. ബാക്കി മെർക്കുറി, ബ്രാസ്, അയൺ ഒക്കെ മെറ്റൽസ് ആണ്. നെക്സ്റ്റ് ഈസ് 35th. വിച്ച് മെറ്റൽ കണ്ടെയ്ൻസ് അയൺ ആസ് എ മേജർ കണ്ടന്റ്? ഓപ്ഷൻസ് ആർ ബ്രാസ് മെറ്റൽ, ബ്രോൺസ് മെറ്റൽ, സിങ്ക്, ഫെറസ് മെറ്റൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഫെറസ് മെറ്റൽ ആണ്. നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ മെറ്റൽ വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻസ് അയൺ? അയൺ ഇല്ലാത്ത മെറ്റലിൻ്റെ പേര് നെയിം എന്താണെന്നാണ്. ഓപ്ഷൻസ് ആർ ഫെറസ് മെറ്റൽ, നോൺ ഫെറസ് മെറ്റൽ, ഇൻസുലേറ്റിംഗ് മെറ്റൽസ്, നോൺ ഇൻസുലേറ്റിംഗ് മെറ്റൽസ്. നമുക്കറിയാം നോൺ ഫെറസ് മെറ്റൽസ് ആണ് അയൺ ഇല്ലാത്ത മെറ്റൽസ്. നെക്സ്റ്റ് ഈസ് 37th. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രോപ്പർട്ടി ഈസ് ദ മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റൽ? ഓപ്ഷൻസ് ആർ ഫ്യൂസിബിലിറ്റി, ഡക്റ്റിലിറ്റി, കൊറോഷൻ, സ്ട്രക്ചർ. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ പെടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഡക്റ്റിലിറ്റി. ഓപ്ഷൻ ബി ആണ് 37th ആൻസർ. നെക്സ്റ്റ് ഈസ് 39. Which mechanical property of a metal offers resistance to elastic deformation in a cutting tool? Options are ductility, malleability, hardness, toughness. ഒരു property which offers resistance to elastic deformation in a cutting tool എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഹാർഡ്നെസ് ആണ്. Next is 40th question. Which property of a material enables to formation of permanent deformation without fracture? Permanent deformation ഉണ്ടാകും without fracture. ആ ഒരു പ്രോപ്പർട്ടി ഏതാണെന്നാണ്. ഇലാസ്റ്റിസിറ്റി, പ്ലാസ്റ്റിസിറ്റി, ഡക്റ്റിലിറ്റി, ബ്രിട്ടിൽനെസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്ലാസ്റ്റിസിറ്റി ആണ്. വിത്തൗട്ട് ഫ്രാക്ചർ പെർമനന്റ് ഡിഫോർമേഷൻ ഉണ്ടാകുന്ന പ്രോപ്പർട്ടി പ്ലാസ്റ്റിസിറ്റി ആണ്. നെക്സ്റ്റ് ഈസ് 41th ക്വസ്റ്റ്യൻ ആണ്. Which property of metal has its property of returning to its original shape after the applied force is released? ഏതായിരിക്കും? നമുക്കറിയാം ഇലാസ്റ്റിസിറ്റി ആണ്. അപ്ലൈഡ് ഫോഴ്സ് റിലീസ് ചെയ്യുമ്പോൾ ഒറിജിനൽ ഷേപ്പിലേക്ക് റിട്ടേൺ ബാക്ക് അടിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി ആണ്. ഓപ്ഷൻ സി ആണ്. ഇവിടെ കാണത്തില്ല, പക്ഷേ ഇലാസ്റ്റിസിറ്റി ആണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ഈസ് വിച്ച് അലോയ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക് ലാമ്പ് ആസ് ഫിലമെന്റ്? ഓപ്ഷൻസ് ആർ കൊബാൾട്ട്, വനേഡിയം, ടങ്സ്റ്റൺ, സിലിക്കൺ. അറിയാവുന്നതാണ്. ഫിലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ ലാമ്പിൽ ഫിലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ടങ്സ്റ്റൺ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ഈസ് 44th ക്വസ്റ്റ്യൻ. വിച്ച് മെറ്റൽ contained in brass alloy? കോപ്പർ ആൻഡ് അലൂമിനിയം, കോപ്പർ ആൻഡ് ലെഡ്, കോപ്പർ ആൻഡ് സിങ്ക്, കോപ്പർ ആൻഡ് ടിൻ. ബ്രാസിലുള്ളത് ഏതൊക്കെ അലോയ്സ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി കോപ്പർ ആൻഡ് സിങ്ക് ആണ് ബ്രാസിലുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 45th. വിച്ച് കാസ്റ്റ് അയൺ കനോട്ട് ബി വെൽഡഡ്? വെൽഡ് ചെയ്യാൻ സാധിക്കാത്ത കാസ്റ്റ് അയൺ ഏതാണെന്നാണ്. ഓപ്ഷൻസ് ആർ ഗ്രേ കാസ്റ്റ് അയൺ, വൈറ്റ് കാസ്റ്റ് അയൺ, മല്ലിയബിൾ കാസ്റ്റ് അയൺ, നോഡുലാർ കാസ്റ്റ് അയൺ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വൈറ്റ് കാസ്റ്റ് അയൺ ആണ് നമുക്ക് വെൽഡ് ചെയ്യാൻ കഴിയാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റൽ കനോട്ട് ബി ഫോർജ്ഡ്? ഇതിൻ്റെ റൈറ്റ് ആൻസർ കാസ്റ്റ് അയൺ ആണ്. കാസ്റ്റ് അയൺ കനോട്ട് ബി ഫോർജ്ഡ്. ഓപ്ഷൻ ഡി കാസ്റ്റ് അയൺ ആണ് ഫോർജ് ചെയ്യാൻ കഴിയാത്തത്. നെക്സ്റ്റ് ഈസ് 47th ക്വസ്റ്റ്യൻ. വിച്ച് മെറ്റൽ ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ മേക്കിംഗ് കാസ്റ്റിംഗ് ഓഫ് മെഷീനറി പാർട്ട്? മെഷീനറി പാർട്ടിൻ്റെ കാസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്ന മെറ്റൽ ഏതാണെന്നാണ്. ഓപ്ഷൻസ് ആർ ഗ്രേ കാസ്റ്റ് അയൺ, വൈറ്റ് കാസ്റ്റ് അയൺ, മല്ലേബിൾ കാസ്റ്റ് അയൺ ആൻഡ് ബ്രോട്ട് അയൺ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഗ്രേ കാസ്റ്റ് അയൺ ആണ് മെഷീനറി പാർട്സിന് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് 48th ക്വസ്റ്റ്യൻ. Which furnace is used to get pig iron from iron ore? Options are mild steel, reverberatory, electric furnace, blast furnace, cupola. അറിയാം പിഗ് അയൺ യൂസ് ചെയ്യുന്ന ഫർണൈസ് എന്ന് പറയുന്നത് പിഗ് അയൺ എക്സ്ട്രാക്ട് ചെയ്യുന്നത് നമ്മൾ ബ്ലാസ്റ്റ് ഫർണൈസ് യൂസ് ചെയ്തിട്ടാണ് അയൺ ഓർ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ 48ന്റെ. Next is 49th question. What is the name of the furnace to obtain cast iron? Cupola, mild steel blast furnace, steel reverberatory, alloy metal electric furnace. ഏതായിരിക്കും? എ കപ്പോള ഫർണൈസ് ആണ്. കാസ്റ്റ് അയൺ കിട്ടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫർണൈസ് കപ്പോളയാണ്.
നെക്സ്റ്റ് ഈസ് 50th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അനദർ നെയിം ഓഫ് ലോ കാർബൺ സ്റ്റീൽ. ലോ കാർബൺ സ്റ്റീലിന്റെ മറ്റൊരു പേരെന്താണെന്നാണ്. ഓപ്ഷൻസ് ആർ ലോ അലോയ് സ്റ്റീൽ, ഹൈ അലോയ് സ്റ്റീൽ, ഹൈ സ്പീഡ് സ്റ്റീൽ ആൻഡ് മൈൽഡ് സ്റ്റീൽ. ലോ കാർബൺ സ്റ്റീലിന്റെ മറ്റൊരു പേര് മൈൽഡ് സ്റ്റീൽ ആണ്. ഓപ്ഷൻ ഡി ആണ്. 51th ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ കാർബൺ പെർസെൻറ്റേജ് ഇൻ മീഡിയം കാർബൺ സ്റ്റീൽ. ഓപ്ഷൻ 51ഉം ക്വസ്റ്റ്യൻ 51, 52, 53യും മീഡിയം, ഹൈ, ലോ കാർബൺ സ്റ്റീലിന്റെ പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വന്ന് മീഡിയം കാർബൺ സ്റ്റീലിന്റെ പെർസെൻറ്റേജ് ആണ്. മീഡിയം കാർബണിന്റെ പെർസെൻറ്റേജ് എത്രയായിരിക്കും? സി, ഓപ്ഷൻ സി 0.25 തൊട്ട് 0.5% ആണ്. ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഇതിൽ താഴെയുള്ളത് ലോ കാർബണും മേളിലുള്ളത് ഹൈ ആണ്. അപ്പോൾ ഈ റേഞ്ച് നോക്കുക, 0.25 തൊട്ട് 0.50% ആണ് മീഡിയം കാർബൺ സ്റ്റീലിന്റെ പെർസെൻറ്റേജ്. നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് ദ കാർബൺ പെർസെൻറ്റേജ് ഇൻ ലോ കാർബൺ സ്റ്റീൽ ആണ്. ലോ കാർബൺ സ്റ്റീലിന്റെ പെർസെൻറ്റേജ് 0.15% തൊട്ട് 0.25% വരെയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് ദ കാർബൺ പെർസെൻറ്റേജ് ഓഫ് ഹൈ കാർബൺ സ്റ്റീൽ. ഹൈ കാർബൺ സ്റ്റീലിന്റെ പെർസെൻറ്റേജ് 0.25 തൊട്ട് 0.5%. ഓപ്ഷൻ സി ആണ് ആൻസർ. സോറി, ഓപ്ഷൻ ഡി 0.50 തൊട്ട് 1.50%. ഓപ്ഷൻ ഡി ആണ് കേട്ടോ ആൻസർ. ഓപ്ഷൻ ഡി ആണ്. 0.50 to 1.50% ആണ് ഹൈ കാർബൺ സ്റ്റീലിന്റെ ആൻസർ. നെക്സ്റ്റ് ഈസ് 54th ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഓർ ഓഫ് അലൂമിനിയം. ഓർ ഓഫ് അലൂമിനിയം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓർ ഓഫ് അലൂമിനിയം ബോക്സൈറ്റ് ആണ്. അലൂമിനിയത്തിന്റെ ഓർ ബോക്സൈറ്റ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ഈസ് 55th ക്വസ്റ്റ്യൻ ആണ്. 55ാമത്തത് വിച്ച് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ എനാബിൾസ് ഇറ്റ് ബൈ വിച്ച് ക്യാൻ ബി ഡ്രോൺ ഔട്ട് ഇൻ ടു വയേഴ്സ്. വയേഴ്സ് ആക്കി മാറ്റാൻ കഴിയുന്ന മെറ്റലിന്റെ പ്രോപ്പർട്ടി ഏതാണെന്നാണ്. അതിന്റെ ആൻസർ ഡക്റ്റിലിറ്റി ആണ്. വയേഴ്സ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡക്റ്റിലിറ്റി ആണ്. നെക്സ്റ്റ് ഈസ് 56th ക്വസ്റ്റ്യൻ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻസുലേറ്റർ. ഓപ്ഷൻസ് ആർ കോപ്പർ, അലൂമിനിയം, സിൽവർ ആൻഡ് മൈക്ക. ഇതിൽ ഇൻസുലേറ്റർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി മൈക്കയാണ് ഇൻസുലേറ്റർ. നെക്സ്റ്റ് ഈസ് 57th ക്വസ്റ്റ്യൻ വിച്ച് റബ്ബർ ഈസ് യൂസ്ഡ് ആസ് ഇൻസുലേറ്റർ ഫോർ പവർ കേബിൾസ് ആൻഡ് കൺട്രോൾ വയേഴ്സ്. പവർ കേബിൾസിലും കൺട്രോൾ വയേഴ്സിലും ഇൻസുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏത് റബ്ബറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ്. ഓപ്ഷൻസ് ബ്യൂട്ടൈൽ, ഹൈപ്പോലൈൻ, സിലിക്കൺ, നൈട്രേറ്റ്, ബ്യൂട്ടൈഡിൻ. ഇതിൻ്റെ ആൻസർ സിലിക്കൺ ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് 58th ക്വസ്റ്റ്യൻ വിച്ച് അലോയ് സ്റ്റീൽ ഈസ് യൂസ്ഡ് ടു മേക്ക് പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന അലോയ് സ്റ്റീൽ ഏതാണെന്നാണ്. സിലിക്കൺ സ്റ്റീൽ ആണോ, മാഗ്നൈസ് സ്റ്റീൽ, വാനേഡിയം സ്റ്റീൽ, കൊബാൾട്ട് സ്റ്റീൽ. നമ്മൾ പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റീൽ കൊബാൾട്ട് സ്റ്റീൽ ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 58ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ഈസ് 59th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. വിച്ച് ഇൻസുലേറ്റർ ഈസ് യൂസ്ഡ് ഇൻ ഓവർഹെഡ് ലൈൻസ്. ഓവർഹെഡ് ലൈൻസിൽ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റർ ഏതൊക്കെയാണ് എന്നാണ്. ഓപ്ഷൻസ് ആർ മൈക്ക, റബ്ബർ, PVC ആൻഡ് പോർസിലിൻ. ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ. ഓവർഹെഡ് ലൈൻസിൽ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റർ പോർസിലിൻ ആണ്. 60th ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് സ്വിച്ചസ് മേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റർ ഏതാണെന്നാണ്. ഓപ്ഷൻസ് ആർ പോർസിലിൻ, PVC, ബേക്കലൈറ്റ്, എബോണൈറ്റ്. ബേക്കലൈറ്റ് ആണ് നമ്മൾ സ്വിച്ചസ് മേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം ബേക്കലൈറ്റ് ഈസ് എ പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. സോ അതിന് തെർമോപ്ലാസ്റ്റിക്കും ആണ്. അത് നമ്മൾ അതുകൊണ്ട് തന്നെ സ്വിച്ചസ് മേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. ഇനി 61th ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പ്രോപ്പർട്ടി ഓഫ് ആൻ ഇൻസുലേഷൻ ദാറ്റ് ഷുഡ് ബ്രേക്ക് ഡൗൺ ഓർ പങ്ക്ചർ ഓൺ ആപ്ലിക്കേഷൻ ഓഫ് ഹൈ വോൾട്ടേജ്. ഹൈ വോൾട്ടേജിന്റെ ആപ്ലിക്കേഷന് ഫലമായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു ഇൻസുലേഷൻ പ്രോപ്പർട്ടി ഏതാണെന്നാണ്. ഓപ്ഷൻസ് ആർ ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത്, സ്പെസിഫിക് റെസിസ്റ്റൻസ്, മെക്കാനിക്കൽ സ്ട്രെങ്ത്, നോൺ അബ്സോർഷൻ. ഇതിന്റെ ആൻസർ ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത് ആണ്. ഡൈ ഇലക്ട്രിക് സ്ട്രെങ്തിന്റെ ഡെഫിനിഷൻ ആണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് 62th ക്വസ്റ്റ്യൻ വിച്ച് അലോയ് സ്റ്റീൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് പ്രിസൈസ് ഇൻസ്ട്രുമെന്റ്. പ്രിസൈസ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റീൽ അലോയ് ഏതാണെന്നാണ്. ഇതിന്റെ ആൻസർ ഇൻവാർ സ്റ്റീൽ ആണ്. ഇൻവാർ സ്റ്റീൽ ആണ് നമ്മൾ പ്രിസൈസ് ഇൻസ്ട്രുമെന്റ് മേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് 63 വിച്ച് സ്റ്റീൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഫയൽസ് ആൻഡ് കോൾഡ് ചിസൽ. ഫയൽസും അതുപോലെ തന്നെ കോൾഡ് ചിസൽ പോലത്തുള്ള ടൂൾസ് മേക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്റ്റീൽ ഏതാണെന്നാണ്. ഓപ്ഷൻസ് ലോ കാർബൺ സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ ആൻഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇതിന്റെ ആൻസർ ഹൈ കാർബൺ സ്റ്റീൽ ആണ്. ഹൈ കാർബൺ സ്റ്റീൽ ആണ് നമ്മൾ ഇങ്ങനത്തെ ടൂൾസ് ഫയൽസ് ആൻഡ് കോൾഡ് ചിസലൊക്കെ മേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഹൈ കാർബൺ സ്റ്റീൽ ആണ്.